നമസ്കാരം. റേക്കി ശാക്തേയം. റേക്കിയുടെ ഒരു ധ്യാന സമ്പ്രദായത്തെ പരിചയപ്പെടുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ക്ലാസ് പറയുന്നത്. ഒരാഴ്ച മുമ്പ് നമ്മൾ ഗാഷോ മെഡിറ്റേഷൻ, റേജിഹോ, ചിരിയോ എന്നിങ്ങനെ 3 ധ്യാന സമ്പ്രദായങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. 4-മതായിട്ട് ജോഷിൻ കൊക്യുഹോ എന്ന ഒരു ധ്യാന രീതിയാണ്. ഡോക്ടർ മിക്കാവോ ഉസോയി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു സാങ്കേതിക പരിശീലനമാണിത്. റേക്കിയിൽ ഈ ജാപ്പനീസ് പദങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകില്ല. ഇപ്പം എന്താണ് ഗാഷോ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ എന്താണ് ചിരിയോ, റേജിഹോ, ജോഷിൻ കൊക്യുഹോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു എന്താണത് എന്ന് വിശദീകരിക്കാൻ സാധിക്കില്ല. ആ അറിവിലേക്കായിട്ട് അത് വിശദീകരിക്കുന്നതിനുള്ള ഒരു സാമാന്യ അറിവ് കൈവരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇത് പറയുന്നത്. ഡോക്ടർ ഉസോയി തൻ്റെ വിദ്യാർത്ഥികൾക്ക് ജോഷിൻ കൊക്യുഹോ പഠിപ്പിച്ചിരുന്നു. അതൊരു ശ്വസന സാങ്കേതിക വിദ്യ ആയിട്ടാണത് പഠിപ്പിച്ചത്. ഇംഗ്ലീഷിലേക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, തർജ്ജമ ചെയ്യുമ്പോൾ ഇത് ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനുള്ള ശ്വസന രീതി. അപ്പോൾ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടും നല്ല രീതിയിൽ ശ്വാസമെടുത്താൽ എന്ന് മിക്കാവോ ഉസോയി കണ്ടെത്തി. അതിൻ്റെ ഒരു ഇലസ്ട്രേഷനാണ് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടത് ഇവിടെ പറയുന്നത്. ആത്മാവ് ശരീരത്തെ നിർമ്മിക്കുന്നു എന്നാണ് ആപ്തവാക്യം. ആത്മാവിന് വസിക്കാനുള്ള ഒരു പാത്രം മാത്രമാണ് ഈ ശരീരം എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മാവാണ് ശരീരം നിർമ്മിക്കുന്നത് എന്നുള്ള കൺസെപ്റ്റ് ബുദ്ധിസത്തിൽ വളരെ പ്രബലമായിട്ടുണ്ട്. Our bodies are indeed our whole life, are nothing other than the reflection of our spiritual situation, for it is the spirit which forms the body and determines our fate എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ശരീരം പ്രതിഫലിപ്പിക്കുന്നത് നമ്മളുടെ സമഗ്രതയാണ്. എന്താണോ നാം, അതായത് നമ്മളുടെ ട്രൂ നേച്ചർ നമ്മളുടെ ശരീരത്തിലൂടെ വെളിവാകും, റിവീലാകും, മറ്റുള്ളവർക്കത് മനസ്സിലാകും എന്ന് മിക്കാവോ ഉസോയി തിരിച്ചറിഞ്ഞിരുന്നു. അതേ രീതിയിൽ ഉദ്ദേശിച്ചുകൊണ്ട് ആത്മശുദ്ധീകരണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ജോഷിൻ കൊക്യുഹോ എന്ന ധ്യാനം അദ്ദേഹം പുനഃസ്ഥാപിച്ചത്. ഇത് ശ്വസനം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഊർജപ്രവാഹം അനുഭവിക്കുകയും തീവ്രമാക്കാനും പഠിപ്പിക്കുന്നതിന് തായ്ച്ചിയിലും മറ്റ് അയോധന കലകളിലും ഈ സാങ്കേതികതയുടെ ഒരു വകഭേദം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്വയം ചാർജ് ചെയ്യാനും നമ്മളുടെ തന്നെ സ്വയം ചാർജ് ചെയ്യാനും, അതുപോലെ റേക്കി സ്വീകരിക്കുന്ന ശരീരങ്ങൾ, ആളുകളിൽ അവരെയും ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ആയിട്ടാണ് ഈ വിദ്യ, കൊക്യുഹോ എന്ന ഈ വിദ്യ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉസോയിയുടെ അഭിപ്രായത്തിൽ ഇത് ചെയ്യുന്നത് സുഖമായി ഇരിക്കുക, പിരിമുറുക്കമില്ലാതെ. അപ്പോൾ സുഖമായി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേക്കിയിൽ ഒരു ആൽഫ നില കൈവരിക്കുക എന്നുള്ളതാണ്. ഐസ് ക്ലോസ്, ദെൻ ഡീപ് ബ്രീത്ത്, എൻ്റയർ ബോഡി റിലാക്സ്, ഹെഡ് ടു ടോയ്സ്, ദെൻ ഒബ്സർവ് ദി ഫോക്കസ് ഓൺ യുവർ ഫോർഹെഡ്, റൈറ്റ് സൈഡ് എന്നിങ്ങനെയാണ് വിശ്രാന്തിയിൽ വരുന്നതിനായി
റേക്കി ചെയ്യുന്നതിനായി ഇരിക്കേണ്ട ആസന സംഹിത. അപ്പോൾ നിങ്ങളുടെ നട്ടെല്ല് കഴിയുന്നത്ര നേരെ നിവർന്നിരിക്കണം. ഈ നട്ടെല്ല് വളഞ്ഞും പൊളഞ്ഞും ഇരിക്കരുത്. അത് നേരെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് യങ്ങായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നട്ടെല്ല് ഏത് രീതിയിലിരിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ വളർച്ച, അതുപോലെ ആ വ്യക്തിയുടെ പ്രകടനത്തിൻ്റെ, സമൂഹത്തിൽ അയാൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഒരാളുടെ നട്ടെല്ലിൻ്റെ നേരെയുള്ള ആ നിൽപ്പിനെ ഉദ്ദേശിച്ചിരിക്കും. നട്ടെല്ല് നേരെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കാലവും നിങ്ങൾക്ക് യങ്ങായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ സ്വസ്ഥമായി ഇരിക്കുക. നിങ്ങളുടെ മൂക്കിലേക്ക് പതുക്കെ ശ്വാസം, മൂക്കിലൂടെ പതുക്കെ ശ്വസിക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ വായു മാത്രമല്ല ശ്വസിക്കുന്നത്. കാരണം വായു ഒരു മാധ്യമം മാത്രമാണ്. ഈ വായുവിലൂടെ നമ്മൾ വലിച്ചെടുക്കുന്നത് കോസ്മിക് തരംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രാണൻ ആണ് നമ്മൾ വലിച്ചെടുക്കുന്നത്. പ്രാണന് സഞ്ചരിക്കാനുള്ള ഒരു വാഹനമായിട്ടാണ് ഈ ഇസോട്രിക് സയൻസിലെല്ലാം തന്നെ നമ്മളുടെ ശ്വസനപാതയെ പറയുന്നത്, വായുവിനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മൂക്കിലൂടെ ശ്വാസം എടുത്തു കഴിയുമ്പോൾ തത്സമയത്ത് തന്നെ നിങ്ങളുടെ സഹസ്രാര ചക്രത്തിലൂടെ, കിരീട ചക്രത്തിലൂടെ പ്രാണനും വലിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മളുടെ ചക്രങ്ങളും ഇതുവഴി പ്രാണൻ ആദേശിക്കുന്നു ദേഹത്തിലേക്ക് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ചക്രങ്ങൾ പ്രാണനെ സ്വീകരിക്കുന്നുണ്ട് ഞാൻ മൂക്കിലൂടെ ശ്വാസം വലിക്കുമ്പോൾ എന്നുള്ള ഒരു സങ്കല്പത്തിൽ നട്ടെല്ല് നിവർത്തി ഏകാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഞാനിത് ചെയ്യിപ്പിക്കുന്നില്ല, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ക്ലാസ് പറയുന്നത്. അപ്പോൾ വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിത് ഞാൻ ചെയ്യുമ്പോൾ ഒരു തരം ആനന്ദമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഒരു സമാധിയിലേക്ക് പോകുന്ന, ഒരു സുഖ ശീതളച്ചായ്മയിലേക്ക് പോകുന്ന ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ നട്ടെല്ലിലൂടെ നമുക്ക് അനുഭവപ്പെടുന്നു. കുണ്ടലിനിയുടെ ഉണർവ് ആ സമയത്ത് നമുക്ക് നമ്മളുടെ ബോഡിയിൽ സാധ്യമാകാൻ ഉള്ള ഒരു വഴി കൂടിയാണത്. അപ്പോൾ ഈ സൗമ്യമായ എനർജി ഉള്ളിലേക്ക് പ്രവേശിക്കുകയും എന്നെ ആ സമയത്ത് ഊർജ്ജസ്വലനാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. മറ്റുള്ളവർക്കും അത് ലഘുവായ രീതിയിലും ചൂടുള്ളത് ആയിട്ടായിരിക്കും ചിലപ്പോൾ തോന്നുന്നത്. ചിലർക്കതൊരു കമ്പനം പോലെ അല്ലെങ്കിൽ വൈബ്രേഷനായിട്ടായിരിക്കും ചിലർക്കത് അനുഭവപ്പെടുന്നത്. ചിലർക്ക് ദൃശ്യങ്ങൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥയായിട്ടാണ് അത് അനുഭവപ്പെടാറ്. ഒന്നും അനുഭവപ്പെട്ടില്ലെങ്കിലും ഈ ഊർജത്തിൻ്റെ, പ്രാണൻ്റെ പ്രവാഹം അനുസ്യൂതം നമ്മളുടെ കപാലകുണ്ടലങ്ങളിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു അവബോധത്തിൽ, ആ അവബോധജന്യമായ അവസ്ഥയിൽ നിങ്ങൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുക. അതാണ് കുക്കിംഗ് പ്രാക്ടീസിൻ്റെ ഒരു പ്രത്യേകത. ഈ ശ്വസനം തുടരുക. കാലക്രമേണ വ്യായാമത്തിൻ്റെ ആ ഒരു ഫലവും നിങ്ങളിലൂടെ ഒഴുകുന്ന ഊർജത്തിൻ്റെ ശക്തമായ അനുഭവവും സ്വയം വെളിപ്പെടും. അത്തരത്തിലുള്ള ശ്വസനത്തിനിടയിൽ നിങ്ങളുടെ മുഴുവൻ ശരീരവും ഊർജത്താൽ സമ്പുഷ്ടമാകുന്നു. അത് അനുഭവിക്കുക ആ സമയത്ത്. തുടർന്ന് ശ്വാസം നിങ്ങളുടെ വയറ്റിലേക്ക്, അതായത് നാഭിയിലേക്ക് താഴെയുള്ള 2-3 വിരൽ താഴെയുള്ള ഊർജ കേന്ദ്രത്തിലേക്ക് വലിച്ചെടുക്കുക. അതിനെയാണ് ടാൻഡെയിൻ എന്ന് പറയുന്ന ഒരു മർമ്മകേന്ദ്രമാണ്. ഇതാണ് ശരിക്കും ഊർജങ്ങൾ വന്നടിയുന്ന ഒരു സ്ഥലം. ഇത് ഒരു മാൻഹോളായിട്ടുമാണ് പ്രവർത്തിക്കുന്നത്. മാലിന്യങ്ങളും ഇവിടെ വന്ന് നിറയുന്നുണ്ട്. പക്ഷേ കുറേ സമയം നമ്മൾ ശ്വാസം എടുത്തു കഴിയുമ്പോൾ ഈ ടാൻഡെയിൻ വഴി ഈ മാലിന്യങ്ങളെല്ലാം തന്നെ ഭൂമിയിലേക്ക് ഗ്രൗണ്ട് ചെയ്ത്, എർത്ത് ചെയ്ത്, ന്യൂട്രലൈസ് ചെയ്ത് പോകും. അപ്പോൾ അതിനുശേഷം ഈ നാഭിയിലൂടെ, ഈ ടാൻഡെയിനിലൂടെ നിങ്ങൾ ശ്വാസം എടുക്കുക. പൊക്കിളിന് താഴേന്ന് ശ്വാസം വലിച്ചെടുക്കുക, മൂക്കിലൂടെ ശ്വാസം എടുത്തത്. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഈ ടാൻഡെയിൻ ശരീരത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ്. അവിടെ നിങ്ങൾ ചൈതന്യത്തിൻ്റെ ഇരിപ്പിടവും കൂടിയാണ്. ഇനർവേഷൻ, ഈ ചൈതന്യം മുഴുവൻ നിങ്ങളുടെ ഈ ടാൻഡെയിൻ എന്ന് പറയുന്ന ഈ മർമ്മ കേന്ദ്രത്തിൽ വന്ന് നിൽക്കും. അങ്ങനെ ആ താഴെ കാണുന്നത് പോലെ നിങ്ങൾ, അതായത് ഒരു പ്രകാശത്തിൻ്റെ ഒരു വൃക്ഷമായിട്ട് നിങ്ങളെ സങ്കല്പിക്കുക ആ സമയത്ത്.
അങ്ങനെ അതിങ്ങനെ ഇലൂമിനേറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുക ഊർജം കൊണ്ട്. ശ്വാസം അതേസമയം തന്നെ മൂക്കിലൂടെയും വലിച്ചെടുക്കുന്നു, ചക്രങ്ങളിലൂടെയും വലിച്ചെടുക്കുന്നു, ടാൻഡെയിനിലൂടെയും നിങ്ങൾ അകത്തേക്ക് ശ്വാസം വലിച്ചെടുക്കുന്നു. അങ്ങനെ അല്പസമയം നിങ്ങൾ അതിനെ പിടിച്ചു നിർത്തുക, ഉള്ളിൽ പിടിച്ചു നിർത്തുക. പിടിച്ചു നിർത്തിയതിന് ശേഷം മെല്ലെ ആ വ്യായാമത്തിൽ നിങ്ങൾ സമ്മർദ്ദമോ ഇതൊന്നും കൂടാതെ തന്നെ വാ തുറന്ന് പതുക്കെ നിങ്ങൾ മെല്ലെ ആ ശ്വാസം എക്സെയിൽ ചെയ്യുക, പുറത്തേക്ക് വിടുക. വായുവിലൂടെ നിങ്ങൾ പുറത്തു വിടുക. പിടിച്ചു നിർത്തുമ്പോൾ ടാൻഡെയിനിൽ നിന്നുള്ള ഊർജം നിങ്ങളുടെ മുഴുവൻ ശരീരത്തിലും വ്യാപിക്കുകയും നിങ്ങളൊരു ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള ഒരു വൃക്ഷമായിട്ട്, പ്രകാശം കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ വളർന്നിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങളുടെ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ടു കഴിയുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പുകളിൽ നിന്നും, കാൽ വിരലുകളിൽ നിന്നും, അഗ്രങ്ങളിൽ നിന്നും, കൈകാലുകളുടെ ചക്രങ്ങളിൽ നിന്നും ഊർജം മെല്ലെ പുറത്തേക്ക് വമിക്കാൻ തുടങ്ങും, പുറത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങും. അങ്ങനെ ഒഴുകുന്നുവെന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ റെയ്ക്കിയുടെ വ്യക്തമായ ഒരു ചാനലായി മാറും. അപ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മിലേക്ക് ഊർജം ഒഴുകുന്നു, വീണ്ടും പ്രപഞ്ചത്തിലേക്ക് ഊർജം പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മിലേക്ക് ആദാനവും പ്രധാനവുമായി ഊർജത്തിൻ്റെ ഒരു ചാക്രികമായിട്ടുള്ള ഒരു പ്രയാണം അനുസ്യൂതമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ ജോഷിൻ കൊക്യുഹോ എന്ന് പറയുന്ന ധ്യാനത്തിന് പറയുന്നത്. അത് സ്ഥൂല പ്രപഞ്ചത്തിൽ നിന്നും സൂക്ഷ്മ പ്രപഞ്ചത്തിലേക്കുള്ള ഊർജചക്രം തിരിച്ചും പൂർത്തിയായി കഴിയുന്നു. അപ്പോൾ തായ്ച്ചിയിലും കിങ്കോങ്ങിലും സമാനമായ ശ്വസന വ്യായാമങ്ങൾക്ക് എപ്പോഴും ഇതിങ്ങനെ പറയാറുണ്ട്, ഇത് ശുപാർശ ചെയ്യാറുണ്ട്. അവർ നാവ് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഇത് ചെയ്യാറ്. അതായത് നാവ് മടക്കി നമ്മുടെ ഫാലറ്റിലേക്ക് വെച്ചതിന് ശേഷമാണ് ആ പരിശീലനം ചെയ്യുന്നത്. അപ്പോൾ വയറ്റിൽ നമുക്ക് ഈ ടാൻഡെയിൻ കേന്ദ്രം കൈകൾ വച്ചു കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാകും. ചക്രങ്ങളെ എങ്ങനെയാണ് നമ്മൾ തൊടുമ്പോൾ മനസ്സിലാകുന്നത്, അതുപോലെ ഈ ടാൻഡെയിൻ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രധാന പരിശീലനം വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിശീലനമാണ് ജോഷിൻ കൊക്യുഹോ. അത് ഗാഷോ മെഡിറ്റേഷനും ചിരിയോ പ്രാക്ടീസ് മെഡിറ്റേഷനും റെയ്ജിഹോ മെഡിറ്റേഷനും ജോഷിൻ കൊക്യുഹോ മെഡിറ്റേഷനും, അങ്ങനെ 4 തരത്തിലുള്ള ഉപാസന ക്രിയകളാണ് ഡോക്ടർ മിക്കാവോ ഉത്സുയി ഈ പ്രാഥമികമായ പാഠത്തിൽ റെയ്ക്കിയിൽ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ഗാഷോ മെഡിറ്റേഷൻ നിങ്ങൾക്കറിയാം, കൈകളിങ്ങനെ വെച്ചിട്ട് അല്പസമയം നിശ്ചേഷനായിട്ട് നിൽക്കുന്നു. അത് ഞാൻ ഇതിനു മുമ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഹീലിംഗ് ഡൈറ്റീസിൻ്റെ പ്രസൻസിനെ കുറിച്ചും ഗൈഡഡ് ആയിട്ട് ഹീലിംഗ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർ ഇതും കൂടി ക്ലാസ് കൂടി കേട്ട് കഴിഞ്ഞാൽ ഇതും എളുപ്പമായിട്ട് ചെയ്യാൻ സാധിക്കും. ഇത് സ്വച്ഛമായി നമ്മൾ ഇരിക്കുക, ബോഡി റിലാക്സ് ചെയ്യുക, മൂക്കിലൂടെ ശ്വാസം എടുക്കുക, നാഭിയിൽ നിന്ന് ശ്വാസം എടുക്കുക. ആ സമയത്ത് നിങ്ങളുടെ ചക്രങ്ങളെല്ലാം ഓപ്പണായി ചക്രങ്ങളിലൂടെ ശ്വാസം അകത്തേക്ക് പ്രാണൻ നിറയുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. കൈവെള്ളകളിൽ നിന്നും കാൽവിരകളിൽ നിന്നും പ്രകാശം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ഒരു പ്രകാശത്തിൻ്റെ മനുഷ്യനായിട്ട് മാറി ശ്വാസം ഉള്ളിൽ നിർത്തി കഴിയുമ്പോൾ ടാൻഡെയിനിൽ നിന്ന് ഒരു പ്രകാശം ഇങ്ങനെ നിങ്ങളുടെ ശരീരം മുഴുവൻ നിറഞ്ഞു വ്യാപിച്ച് നിങ്ങൾ ഇലൂമിനേറ്റഡ് ആയതായിട്ട് അസ്യൂം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിശീലനത്തിൻ്റെ ക്രോഡീകരണം. എല്ലാവരും ചെയ്ത് നോക്കുക, റിസൾട്ട് ഓറിയൻറ്റഡ് ആക്കുക. താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് ഫ്രീ.